സ്പെഷ്യാലിറ്റി ലബോറട്ടറി സ്ഥാപിക്കുവാൻ സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ കീഴിൽ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ MB ഫണ്ടിൽ നിന്ന് 33 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് 2025 ഫെബ്രുവരി 5-ന്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിതുവരെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഫണ്ട് ഒരു വർഷമായിട്ട് അങ്ങനെ കിടക്കുന്നു എന്നതാണ് വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ 2026 ഫെബ്രുവരി 20-ന് വന്ന വാർത്തയാണ്, അതായത് ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ നിലവിലിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. ഈ ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ ഫണ്ട് ഇങ്ങനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തൃശ്ശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് ആരാണ്? അതിപ്പോൾ LDF അനുഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമാണോ, അല്ലെങ്കിൽ UDF അനുഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമാണോ, അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ളവർ മാത്രമാണോ?